ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മകളെ, എൻ്റെ ആദ്യത്തെ ക്ലാസ് ആണല്ലേ. ആയ കാരണം കൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് പറഞ്ഞ് ആദ്യമേ ധരിപ്പിക്കണം. അത് കഴിഞ്ഞ് വേണം എനിക്ക് കാര്യമാകുന്ന രീതിയിൽ തന്നെ പഠിപ്പിച്ചു തുടങ്ങാൻ. എന്താകുന്ന കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളെ ധരിപ്പിക്കാനുള്ളത്? മകളെ, പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഈ ഒരു 3 കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നതായ ഒരു വ്യക്തി കാര്യമാകുന്ന രീതിയിൽ തന്നെ സ്മാർട്ടായ വർക്കാണ് നടത്തുന്നത് എന്ന് പറയാൻ സാധിക്കും. അങ്ങനെ സ്മാർട്ട് ആകുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് വളരെ വേഗത്തിൽ തന്നെ ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കും. വളരെ വേഗത്തിൽ ജോലി നേടാൻ സാധിക്കും. എന്താണ് ആ 3 കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം, പഠിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഒരു സോളിഡ് കോപ്പി ഉണ്ടാകണം. എന്താണ് പഠിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട്. എന്താന്ന് പറഞ്ഞുതരാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലായ്പ്പോഴും മാക്സിമം ക്വസ്റ്റ്യൻസുകൾ കവർ ചെയ്യുക എന്നതാകുന്ന ഒരു കാര്യത്തിന് കൂടി പ്രാധാന്യം നൽകണം. മൂന്നാമത്തെ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, മോക്ക് ടെസ്റ്റുകൾ മാക്സിമം ആകുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ നോക്കുക? ചെയ്യാൻ നോക്കുക. ഓക്കെ ആണോ? മാക്സിമം എണ്ണം ചെയ്യാൻ നോക്കുക. ഇനി എന്താണ് കാര്യങ്ങളെന്ന് ഓരോന്നായിട്ട് പറഞ്ഞുതരാം. മക്കളെ, ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് സോളിഡ് കോപ്പി കരുതണം. എടാ, നമ്മള് ഒരു കോമ്പറ്റേറ്റീവ് ആകുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഒരുപാടാകുന്ന കോൺസെപ്റ്റുകൾ പഠിക്കും. ഒരുപാടാകുന്ന ചോദ്യങ്ങളെ പരിചയപ്പെടും. ഒരുപാടാകുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളെ നമ്മൾ കാണും. ഒരുപാടാകുന്ന ട്രിക്കുകൾ നമ്മൾ പഠിക്കും. ഈ പറയുന്നവയൊക്കെ തന്നെ എഴുതി കൃത്യമാകുന്ന രീതിയിൽ ഓർഡർ ചെയ്ത് സോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു നോട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്ത് വേണം? നോട്ട് കയ്യിൽ വേണം. അങ്ങനെ നോട്ട് കയ്യിലുണ്ട് എന്നാണെങ്കിൽ കേവലം ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നടത്തുന്ന തയ്യാറെടുപ്പ് ഒട്ടനവധിയാകുന്ന പരീക്ഷകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്തിക്കാൻ പറ്റും. അത് മാത്രമല്ല, റിവിഷൻ എന്ന് പറയുന്നതാകുന്ന ഒരു കാര്യത്തിന് കുറച്ചുകൂടി നല്ല ക്ലാരിറ്റി ഉണ്ടാകും. വളരെ വേഗത്തിൽ റിവിഷൻ നമുക്ക് പോസിബിൾ ആകുകയും ചെയ്യും. അങ്ങനെ റിവിഷൻ ചെയ്യുന്നതാകുന്ന സമയത്ത് എന്തെങ്കിലും ആകുന്ന കുറവുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ആകുന്ന കാര്യങ്ങൾ പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ആകുന്ന ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്കതേ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ വേഗത്തിൽ കണ്ടെത്താനും അതിനെ നമുക്ക് കൃത്യമാകുന്ന ഒരു സ്ട്രാറ്റജിയിലൂടെ പഠിച്ചെടുക്കാനും സാധിക്കും. ഓക്കെ അല്ലേ? മനസ്സിലായി. ഇനി രണ്ടാമത്തെ കാര്യത്തിനകത്തേക്ക് വരാം. മാക്സിമം ചോദ്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതിന് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ചോദ്യം വായിച്ചാൽ കൃത്യമാകുന്ന രീതിയിൽ ഒരാൾക്ക് തിരിച്ചറിയാനുള്ള സാധ്യത അല്ലെങ്കിൽ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ലഭിക്കണം. പ്രധാനമായിട്ടും ഈ മാത്സ് സംബന്ധമാകുന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതലാകുന്ന ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചോദ്യം വായിച്ചാൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതെങ്ങനെ കവർ ചെയ്യണമെന്ന് ചോദിച്ചാൽ, മാക്സിമം ക്വസ്റ്റ്യൻസുകൾ ചെയ്യുക, ചെയ്യുന്നതെല്ലാം എഴുതി തന്നെ പോവുക എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങളാവുമ്പോൾ തന്നെ ആ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി കിട്ടും. ഇനി അവിടെ മറ്റൊരു ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഫെമിലിയർ ആകുന്ന ക്വസ്റ്റ്യൻസുകൾ ചോദിക്കപ്പെടും എന്നുള്ളത്. അതായത് നമ്മൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചു പോയതായ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തന്നെ പരീക്ഷയ്ക്ക് അതേപടി ആവർത്തിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെ പോകണം എന്നുള്ളതാണ്. ഇനി അടുത്തൊരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ പഠിക്കുമ്പോൾ മാക്സിമം ആകുന്ന ചോദ്യങ്ങളിലൂടെ പോകുമ്പോൾ 2 രീതിയിൽ പോവാം. ടൈം മാനേജ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിച്ചും പോകാം. അതുപോലെ തന്നെ ഒരു ചോദ്യത്തിനെ അതിന്റെ ബദലാകുന്ന ചോദ്യങ്ങൾ എന്ത് എന്ന് ഒരു 2, 3 ചോദ്യങ്ങൾ എന്നുള്ള വണ്ണം നമുക്ക് അതിൽ നിന്ന് തന്നെ കണ്ടെത്തി പോകാൻ പറ്റുന്നതായ ഒരു രീതി കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഫോളോ ചെയ്യാം. അതായത് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് ഇനി ഏതൊക്കെയാകുന്ന രീതികളിൽ ചോദിക്കാം? എന്തൊക്കെയാകുന്ന ഡേറ്റകൾ തന്നാലാണ് അങ്ങനെയാകുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം സമയമെടുത്ത് ഓരോ ചോദ്യത്തിനെയും അറിഞ്ഞ് പഠിച്ച് മുമ്പോട്ടേക്ക് പോകാൻ പറ്റും. ഞാൻ പറഞ്ഞ രീതി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് കേവലം നിങ്ങൾ നോക്കിയത് ഒരു 40 ചോദ്യമാണെങ്കിലും 40 ചോദ്യങ്ങളിലൂടെ 80 ചോദ്യത്തിന്റെ എഫക്റ്റിനെ നിങ്ങൾക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. ഇനി എന്തിനു വേണ്ടി മോക്ക് ടെസ്റ്റ് ചെയ്യണം? നമ്മൾ ഈ മുകളിൽ ചെയ്തതായ 2 കാര്യങ്ങളും കറക്റ്റ് ആകുന്ന രീതിയിൽ നമുക്ക് ബലവത്താകുന്ന രീതിയിൽ നമുക്ക് മാറിയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ, നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ആകുന്ന ഓർമ്മശക്തി നമുക്കുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ, ഒരു എക്സാമിന്റെ ഫീല് കിട്ടാൻ, പരീക്ഷയുടെ അതേ ടെൻഷൻ അനുഭവിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു പരീക്ഷയെ സമീപിക്കാൻ, അതിന്റെ ഒരു മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരാളിനെ നമുക്ക് എന്ത് ചെയ്യണം? ചെയ്തു നോക്കണം. ഇവിടെ പ്രത്യേകിച്ച് എണ്ണം ഒന്നും നോക്കരുത്. പറ്റുന്ന എത്രയും ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്രയും എണ്ണം മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? കാര്യമായിട്ട് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ വളരെ വേഗത്തിൽ എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു. അത്രയും കാര്യങ്ങൾ ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു. വളരെ ക്രിസ്പായിട്ട് ഞാൻ നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ സോളിഡ് കോപ്പി കരുതുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. എന്താണ് പരിപാടി എന്ന് മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനി നമ്മുടെ സിലബസിനകത്തേക്ക് വരുമ്പോൾ
നമുക്ക് പഠിക്കാനുള്ളതാകുന്ന പ്രധാനപ്പെട്ടതാകുന്ന ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം. ഈ ഒരു ഭാഗത്തിനെ എന്റെ കൺവീനിയൻസിന് ഞാൻ എത്രയായിട്ട് തിരിക്കുന്നു? രണ്ടായിട്ട് തിരിക്കുന്നു മക്കളെ. പഠിപ്പിക്കാനുള്ള എളുപ്പത്തിന് ഞാൻ രണ്ടാക്കി മാറ്റി. അതിൽ ആദ്യ ഭാഗത്തിനെ ഞാൻ വിളിച്ച പേര് നമ്പേഴ്സ് എന്നും രണ്ടാമത്തെ ഭാഗത്തിനെ വിളിച്ച പേര് ബേസിക് ഓപ്പറേഷൻസ് എന്നുമാണ്. എന്താ ഞാൻ ഉദ്ദേശിച്ചത്? നമ്പേഴ്സുകളാകുന്ന ആളുകൾ ആരൊക്കെ ഉണ്ടെന്ന് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം ആ നമ്പറുകളെ ഉപയോഗിച്ച് ചെയ്യുന്ന അടിസ്ഥാന ക്രിയകളാകുന്ന ഭാഗങ്ങളിലേക്ക് പോകും എന്നാ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം ആരെയായിരിക്കും പഠിക്കുന്നത്? നമ്പേഴ്സ് എന്ന് പറയുന്ന ആളിനെ ആയിരിക്കും പഠിക്കുന്നത്. ഓക്കെ. അതിനുശേഷം നമ്പേഴ്സിലൂടെയുള്ള ഓപ്പറേഷൻസിനകത്തേക്ക്. മക്കളെ, നമുക്ക് പഠിക്കാനുള്ളതാകുന്ന സിലബസിലെ ടോപ്പിക്കുകളിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഭാഗമാണ് ഇവൻ. ഇവനിലൂടെ ഒരുപാടാകുന്ന കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ പഠിക്കുന്ന കാര്യങ്ങൾ കേവലം ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, മറ്റ് ഇനി വരാൻ പോകുന്ന ടോപ്പിക്കുകളിലും നമുക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോ എന്തൊക്കെയാകുന്ന കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ നമ്പേഴ്സ് എന്ന് പറയുന്ന ആളുകൾ എന്തിനു വേണ്ടി കണ്ടെത്തിയതാണ് എന്നറിയാലോ? നമ്മൾക്ക് കണക്കുകൂട്ടലുകൾ നടത്തണം. അതായത് ആദ്യം തന്നെ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ എണ്ണം എത്രയുണ്ട് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ആദ്യം നമ്പറുകൾ ഉണ്ടാകും. പിന്നെ അവിടെ നിന്ന് പിന്നീട് ഓരോ ആവശ്യങ്ങൾ വരുന്നതിനനുസരിച്ച് പുതിയ ഓരോ നമ്പറുകൾ നമ്മൾ ആവശ്യാനുസരണം കണ്ടെത്തി. അപ്പൊ ഒരു കാര്യമുണ്ട്. ഓരോ ടൈപ്പ് നമ്പറുകൾക്കും ഓരോ പർപ്പസ് ഉണ്ട് എന്നുള്ളതാണ്. ഓരോ ആവശ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. കാര്യം എന്തായാലും എന്തൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ ബേസിക്കലി നമ്പറുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 5 എന്ന് പറയുന്ന ആളൊരു നമ്പറാ, 5.1 എന്ന് പറയുന്ന ആളൊരു നമ്പറാ, 5/3/10 എന്ന് പറയുന്നത് മറ്റൊരു നമ്പറാ, 5/10 എന്ന് പറയുന്നത് ഒരു നമ്പറാ. ഇങ്ങനെ നമ്പറുകൾ ഒട്ടനവധി ഉണ്ട് എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ അനവധികളാകുന്ന നമ്പറുകളെ കൃത്യമായ ഏതെങ്കിലും ആകുന്ന ഒരു ആവശ്യപ്രകാരം ക്രോഡീകരിച്ച്, വർഗീകരിച്ച് ഒരു പ്രത്യേകമാകുന്ന പേര് അവന് നൽകുന്നു. ആ കൊടുത്തിട്ടുള്ള പേരുകൾ എന്താണ്? അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഓക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിനി എന്തൊക്കെയാകുന്ന നമ്പറുകളെ പഠിക്കാനുണ്ടെന്ന് നോക്കാം. ആദ്യം ഞാനൊരു 4 പേരെ പരിചയപ്പെടുത്താം. അതിൽ ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നാച്ചുറൽ നമ്പറുകൾ. മക്കളെ, ഈ നാച്ചുറൽ നമ്പറിനെ തന്നെയാണ് നമ്മൾ എന്തെന്നും വിളിക്കുന്നത്? കൗണ്ടിങ് നമ്പറുകൾ എന്നും വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. നാച്ചുറൽ നമ്പേഴ്സിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? കൗണ്ടിങ് നമ്പേഴ്സ്. ഇനി നോക്കേ, ഇതിന്റെ മലയാളത്തിലാണല്ലോ നമ്മുടെ ചോദ്യങ്ങൾ വരിക. അവിടെ നമ്മൾ മലയാളത്തിൽ പഠിക്കുന്നു എണ്ണൽ സംഖ്യകൾ. കണ്ടോ? എന്തെന്നാ വിളിച്ചേ? കൗണ്ടിങ് നമ്പറുകളുടെ മലയാളമാണ് എന്തെന്ന് പറയുന്നത്? എണ്ണൽ സംഖ്യകൾ. അല്ലെങ്കിൽ നമ്മൾ അവനെ ഏത് പേരിലും അറിയപ്പെടാറുണ്ട്? നിസ്സർഗ സംഖ്യകൾ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. അപ്പോ കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ അവനെ നമുക്ക് വിളിക്കാം എണ്ണൽ സംഖ്യകൾ, അല്ലെങ്കിൽ അവനെ വിളിക്കാം നിസ്സർഗ സംഖ്യകൾ, അല്ലെങ്കിൽ അവനെ വിളിക്കാം എന്ത്? നാച്ചുറൽ നമ്പേഴ്സ്. മക്കളെ, എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ അത് എടുക്കുന്നത്. ഓക്കെ അല്ലേ? സാധാരണഗതിയിൽ 1, 2, 3 ഇങ്ങനെ എവിടെ വരെ വേണമെങ്കിലും ഇവൻ ചെല്ലാം. ഓക്കെ. ഇങ്ങനെ 1, 2, 3 എന്നിങ്ങനെയാകുന്ന രീതിയിൽ എഴുതി പോകുന്നവനെ വിളിക്കുന്ന പേരാ എന്തെന്ന് പറയുന്നത്? കൗണ്ടിങ് നമ്പർ, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ, അല്ലെങ്കിൽ നിസ്സർഗ സംഖ്യകൾ, അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. ഡൗട്ടുകളൊന്നും ഇല്ലേ? ഇല്ല. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊരു എക്സ്ട്രാ ആയിട്ട് നമുക്ക് പറയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. കൃത്യമായിട്ട് ഫോളോ ചെയ്ത് എന്റെ കൂടെ വരിക. എടാ, എന്താണ് നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്ന് നോക്കേ. ഏറ്റവും ആദ്യം തന്നെ നമുക്ക് പഠിക്കേണ്ടത് സം ഓഫ് n നമ്പേഴ്സ്, n നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് പഠിക്കണം. എന്താ ഈ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചേ? എടാ, അതാ ഇങ്ങോട്ട് നോക്കേ. ആദ്യ n സംഖ്യകളുടെ, എണ്ണൽ സംഖ്യകളുടെ തുക. എന്താ ഞാൻ പറഞ്ഞേ? ആദ്യ n എണ്ണൽ സംഖ്യകളുടെ തുക. കണ്ടോ? ആദ്യ n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക. തുക. ഓക്കെ ആണോ? ഇതാണ് നമുക്ക് ഏറ്റവും ആദ്യം പഠിക്കേണ്ടതാകുന്ന, എക്സ്ട്രാ ആയിട്ട് ഇവിടുന്ന് പഠിക്കേണ്ടതാകുന്ന ഒരു കാര്യം. ഇവിടെ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. മക്കളെ, ചെയ്യേണ്ട കാര്യം എത്ര n എന്ന് പറയുന്നത് എണ്ണത്തെ കാണിക്കാൻ വേണ്ടിയാണെന്ന് മനസ്സിലായി. ശരിയല്ലേ? എണ്ണം ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എണ്ണത്തിൽ നിന്ന് തന്നെ എഴുതി പോകാം. n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഇതാണ് അതിന്റെ ഇക്വേഷൻ. n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഇതാണ് അതിന്റെ ഇക്വേഷൻ. മക്കളെ, പരീക്ഷയ്ക്ക് വേണ്ടുന്നതാകുന്നത് എന്തോ അത് മാത്രം പഠിച്ചാൽ മതി. ആവശ്യമില്ലാത്തതൊന്നും പഠിക്കണ്ട. പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്ത് വേണമെന്ന് ക്രോഡീകരിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. അവിടെ ഞാൻ പറഞ്ഞു തരുന്നവയെല്ലാം നിങ്ങൾ മനസ്സിലേക്കൊന്ന് പകർത്തുക. എന്നോടൊപ്പം ഈ ഒരൊറ്റ വീഡിയോയിൽ ഇരുന്ന് തന്നെ പഠിച്ച് എന്നോടൊപ്പം വരിക. പിന്നെ ഒരു അവസരം വേണം, ഇപ്പൊ തന്നെ പഠിക്കാം. അപ്പോ ഞാൻ പറഞ്ഞത് എന്താ? n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഇതാണ് എന്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? ആദ്യ n സംഖ്യകളുടെ തുക. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുക, എന്തുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ വേണമെന്ന് പറയുക. ഞാൻ എഴുതുക 1, 2, 3, 4, 5. ഞാൻ ഇവിടെ വരെ എഴുതി.
ഇത്രയും ആകുന്ന ആളുകളുടെ തുക എന്താണ് എന്ന് ചോദിച്ചാൽ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 ഇങ്ങനെ എഴുതണ്ടേ? അപ്പോ എനിക്കൊന്ന് കൂട്ടി എഴുതാം. 5ഉം 4ഉം 9ഉം 3ഉം 12ഉം 2ഉം 14ഉം 1ഉം 15 എല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്റെ ആൻസർ എത്ര മക്കളെ വരുന്നത്? 15. ഇവിടിപ്പോ കൈകൊണ്ട് എണ്ണിയെടുക്കാൻ പറ്റാവുന്നതായ അത്രയും എണ്ണം സംഖ്യകളെ ഉണ്ടായിരുന്നുള്ളൂ. 5 പേരല്ലേ ഉള്ളൂ. 5ഉം 4ഉം 9ഉം 3ഉം 12ഉം 2ഉം 14ഉം 1ഉം 15 എന്ന് അപ്പൊ തന്നെ എണ്ണിയെടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ എണ്ണം എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാകുന്ന രീതിയിലാണ് ഉള്ളതെങ്കിൽ അത്രയും ആളുകളെയും കൈകൊണ്ട് എണ്ണിയെടുക്കാൻ അധികമാകുന്ന സമയമെടുക്കും, ചെലവാക്കേണ്ടി വരും സമയം എന്നുള്ളത് കൊണ്ട് നമ്മൾ അവിടെ സിമ്പിൾ ആകുന്ന രീതിയിൽ ഒരു ഇക്വേഷനെ പഠിക്കുന്നു. n × n+1/2. പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം പറഞ്ഞുതരാം. എടാ, ആദ്യ 100 എണ്ണൽ സംഖ്യകളുടെ തുക. ആദ്യ 100 എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ അവന്മാരെ വിളിക്കാൻ പറ്റുന്ന മറ്റൊരു പേരെന്താ? നിസർഗ സംഖ്യകൾ. ആദ്യത്തെ n നിസർഗ സംഖ്യകളുടെ തുക. ഓക്കെ, ആദ്യത്തെ n നിസർഗ സംഖ്യകളുടെ തുക. ഇവിടെ ഇപ്പൊ n എന്ന് പറയുന്നതിന്റെ മൂല്യമായിട്ട് എത്രയെന്നാ തന്നേക്കുന്നത്? 100 എന്നാ തന്നേക്കുന്നത്. കണ്ടല്ലോ. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇതൊരു ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. എങ്ങനെ കണ്ടുപിടിക്കും? 100 ആദ്യത്തെ 100 പേര്. അപ്പൊ ആദ്യമേ 100 എന്ന് എഴുതാം. n-ന്റെ വില 100 അല്ലേ? 100ന്റെ കൂടെ 100 കഴിഞ്ഞുള്ള തൊട്ടടുത്ത സംഖ്യ n+1 എന്നല്ലേ? 100ന്റെ കൂടെ 1 കൂട്ടണമെന്നല്ലേ? 100 കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്ത സംഖ്യ ആരാ? 101. ഇനി എന്ത് ചെയ്യണം? പകുതി എടുക്കണം. ബൈ 2. കണ്ടോ? ഇപ്പൊ എന്റെ ആൻസർ എത്ര വരും? 2 കൊണ്ട് 100നെ വെട്ടുമ്പോൾ ദാ ഇതങ്ങ് 50 ആവും. 101 ഗുണം 50. എന്റെ ആൻസർ അപ്പൊ എത്ര ആയിരിക്കും ഇവിടെ വരുന്നത്? 101 ഗുണം 50 എന്നാണെങ്കിൽ 50 50 എന്ന് എന്റെ ആൻസർ വരും. ശരിയാണോ? വേണേ ഗുണിച്ചു നോക്കൂ. ആണ്ടേ 101 ഗുണം 5 എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ ഒരു 0 കൂടെ കൊടുത്താൽ മതിയല്ലോ ഫൈനൽ ആൻസർ കിട്ടാം. ഇവിടെ ഒരു 5, ദാ ഇവിടെ ഒരു 0, ദാ ഇവിടെ ഒരു 5. ഇതിന്റെ അറ്റത്ത് ഒരു 0 കൂടെ കൊടുത്താൽ ഗുണം 50 ആയി. 50 50 എന്ന് വരും എന്റെ ആൻസർ. കണ്ടോ? ഓക്കെ ആണോ? ഇനി ഇവിടെ വേണമെങ്കിൽ ഒരു ട്രിക്കും കൂടെ പറഞ്ഞു തരാം. ഇത് വേണമെങ്കിൽ നമുക്ക് പഠിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു ട്രിക്ക് പറഞ്ഞു തരാം. ട്രിക്ക് എന്താണ് എന്ന് നോക്കിക്കോ. ദാ ഇവിടെ നിന്ന് ഒരു ട്രിക്ക് പറഞ്ഞു തരാം. എടാ, ഏതെങ്കിലും ആകുന്ന ഒരു സംഖ്യയെ 101നോടൊപ്പം ഗുണിച്ചാൽ ഒരു രണ്ടക്ക സംഖ്യ വേണമെന്നാ കേട്ടോ. രണ്ടക്ക സംഖ്യ വേണം. ഇവിടെ ഒരു 2 ഡിജിറ്റ് ആകുന്ന സംഖ്യ വേണം എടുക്കാൻ. അങ്ങനെ ഒരു രണ്ടക്കമുള്ളതാകുന്ന ഒരു സംഖ്യയെ പരിഗണിച്ച് അതിനെ 101ന്റെ കൂടെ ഗുണിച്ചാൽ സംഖ്യ നടുക്കത്തെ 0 മാറ്റി ആ 2 തവണ ആ സംഖ്യകൾ അങ്ങ് ആവർത്തിച്ചാൽ മതി. എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞുതരാം. 101 ഗുണം 46 എന്നാണെന്ന് വെച്ചു. അപ്പോ എന്റെ ആൻസർ എന്ന് പറയുന്നത് എന്ത് വരും? 46 46 എന്നായിരിക്കും വരിക. കണ്ടോ? എന്റെ ആൻസർ എത്ര വരും? 46 46 എന്നായിരിക്കും വരും. വേണമെന്ന് ഗുണിച്ചു നോക്കിക്കോ. 101 ഗുണം താണ്ടേ 4 6 എന്നാണെന്നുണ്ടെങ്കിൽ ദാ ഇവിടെ 6, ദാ ഇവിടെ 0, ഇവിടെ 6 വരും. ഇവിടെ 4, ഇവിടെ 0, ഇവിടെ 4 എന്ന് വരും. എന്റെ ആൻസർ എത്ര വരും ഇവിടെ? നോക്കിക്കോ. ഇവിടെ 6 4 6 4. കണ്ടോടാ? 2 തവണ 46 എഴുതുന്നതിന് തുല്യമാകുന്ന രീതിയിലേക്ക് മാറിയില്ലേ? ഏതൊരു സംഖ്യ വേണമെങ്കിലും, ഏതൊരു രണ്ടക്ക സംഖ്യ വേണമെങ്കിലും 101ന്റെ കൂടെ ഗുണിച്ചോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആ 2 തവണ ആ സംഖ്യ അങ്ങ് ആവർത്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേ. 101ന്റെ കൂടെ ഞാൻ എഴുതുന്നത് ഞാനൊരു 54 എന്നാണെങ്കിൽ ഗുണിച്ചാൽ എന്റെ ആൻസർ എത്ര വരും? 54 54 എന്നായിരിക്കും എന്റെ ആൻസർ വരുന്നത്. പഠിച്ചല്ലോ? പഠിച്ചു. പുതിയൊരു ട്രിക്കും കൂടെ പഠിച്ചല്ലോ? പഠിച്ചു. പരീക്ഷയ്ക്ക് ചെയ്യാൻ കുറെ കാര്യങ്ങൾ എളുപ്പമാക്കി കിട്ടാനുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ശരി, നമ്മുടെ വിഷയത്തിനകത്തേക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ 50 50 എന്ന് വന്നു. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ആദ്യത്തെ 50 നിസർഗ സംഖ്യകളുടെ തുക എത്രയാണ്? ആദ്യത്തെ 50 നിസർഗ സംഖ്യകളുടെ തുക അല്ലെങ്കിൽ ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? എന്റെ ആൻസർ എത്ര വരും? 50. 50ന്റെ തൊട്ടടുത്ത സംഖ്യ 51, ഇവന്മാരുടെ പകുതി. എന്റെ ആൻസർ എന്ന് പറയുന്നത് എത്ര വരും? 50. 2 കൊണ്ട് വെട്ടുകയാണ് എങ്കിൽ ഈ 50ന്റെ പകുതി എന്ന് പറയുന്നത് 25 ആകും. 25 ഗുണം 51. അപ്പൊ എന്റെ ആൻസർ എത്ര വരും? 51 ഗുണം 25 എന്ന് പറയുന്നത് എത്രയാകും? ദാ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ ഗുണിച്ചോ. താണ്ടേ ഇവിടെ 5 എന്ന് എഴുതി. 5 5 25, 25 2 27ന്റെ 7, 2 ബാലൻസ്, i2 10 2 12, 1275 എന്ന് വരും. 1275 എന്ന് വരും. ഓക്കെ അല്ലേ? 1275. മക്കളെ, ഗുണിക്കുന്ന കാര്യമൊക്കെ നിങ്ങൾ തൽക്കാലം വിടുക. എളുപ്പ പരിപാടിയൊക്കെ ഞാൻ പതുക്കെ പറഞ്ഞു തരാം. നമ്മൾ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുന്നതല്ലേ ഉള്ളൂ. അപ്പോ ഇപ്പൊ നിലവിൽ എന്റെ ആൻസർ എന്ന് പറയുന്നത് എത്ര മക്കളെ വന്നേ? 1275. കണ്ടോ? അപ്പൊ ആദ്യത്തെ 50 നിസർഗ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 1275 എന്ന് വന്നു. ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഇത്രയും കാര്യങ്ങൾ വ്യക്തമല്ലേ? ആണ്. അപ്പൊ എന്താണ് ഈ പറയുന്ന എണ്ണൽ സംഖ്യകൾ, നിസർഗ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ അല്ലെ കൗണ്ടിങ് നമ്പർ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ശരി, ഇനി അടുത്തതാകുന്ന ആളിലേക്ക് പോകുന്നു. ഹോൾ നമ്പേഴ്സുകൾ എന്ന് പറയുന്ന ആൾ.
മക്കളെ ആദ്യം കോൺസെപ്റ്റ് പറഞ്ഞുതരാം, പിന്നെ ചോദ്യങ്ങളൊക്കെ കേട്ടോ. എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഹോൾ നമ്പേഴ്സുകളെ നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന പേരാണ് മക്കളെ അഖണ്ഡ സംഖ്യകൾ എന്ന് പറയും. എന്തെന്ന് പറയും? ഹോൾ നമ്പേഴ്സുകളെ നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന പേരാ എന്തെന്ന് പറയുന്നത്? അഖണ്ഡ സംഖ്യകൾ. മക്കളെ അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത്, എടാ, എണ്ണൽ സംഖ്യയോടൊപ്പം പൂജ്യം ചേർക്കപ്പെട്ടാൽ അതിനെ വിളിക്കുന്ന പേരാ. എന്താ ഞാൻ പറഞ്ഞേ? പൂജ്യത്തോടൊപ്പം നാച്ചുറൽ നമ്പറുകൾ കൂടി ചേർന്നാൽ, എണ്ണൽ സംഖ്യകൾ കൂടി ചേർന്നാൽ, പൂജ്യത്തോടൊപ്പം എണ്ണൽ സംഖ്യകളാണ് കൂടിച്ചേരുന്നതെങ്കിൽ പൂജ്യവും എണ്ണൽ സംഖ്യയും കൂടെ ചേർക്കുമ്പോൾ വിളിക്കുന്ന പേരാ മക്കളെ എന്തെന്ന് പറയുന്നത്? പൂജ്യത്തോടൊപ്പം എണ്ണൽ സംഖ്യകൾ കൂടി ചേർന്നാൽ അതിനെ വിളിക്കുന്ന പേരാ എന്തെന്ന് പറയുന്നത്? ഹോൾ നമ്പേഴ്സുകൾ അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? പൂജ്യം എന്ന് പറയുന്ന ആള് കൂടി ചേർന്നാൽ അഖണ്ഡ സംഖ്യകൾ എന്ന പേരിലേക്ക് മാറണം. ആരുടെ കൂടെ? എണ്ണൽ സംഖ്യകളോടൊപ്പം പൂജ്യം കൂടി ചേർത്താൽ ആരായി മാറുന്നു? അഖണ്ഡ സംഖ്യ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യം. എണ്ണൽ സംഖ്യകളോടൊപ്പം പൂജ്യം കൂടി ചേർന്നാൽ ആരായി മാറും? അത് അഖണ്ഡ സംഖ്യയായി മാറും. അതായത് 0, 1, 2, 3 ഇങ്ങനെ പോകുന്ന ആളുകളാണ് എന്തെന്ന് പറയുന്ന അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ചോദ്യം, ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏതാണ് എന്ന് ചോദിച്ചാൽ 0. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏതാണ് എന്ന് ചോദിച്ചാൽ 0. ബാക്കിയുള്ളതെല്ലാം അങ്ങനെ അങ്ങനെ പോകുമല്ലോ, അറിയാലോ. ഇനി ഇവിടെ നിന്ന് ചോദിക്കാൻ കൊള്ളാവുന്ന മറ്റൊരു ചോദ്യം കൂടെ പറഞ്ഞുതരാം. ഞാനിപ്പോ പറയാം, 3 എന്ന് പറയുന്നത് ഒരു എണ്ണൽ സംഖ്യ, ആദ്യം പറഞ്ഞ നാച്ചുറൽ നമ്പർ ആണെന്ന് വിചാരിക്കാം. 8 എന്ന് പറയുന്നത് മറ്റൊരു എണ്ണൽ സംഖ്യയാണെന്ന് വിചാരിക്കുക. രണ്ടും കൂടി കൂട്ടുമ്പോൾ, രണ്ടിന്റെയും കൂടെ തുക എടുക്കുമ്പോൾ 8 3 11 വരും. 11 എന്ന് പറയുന്നത് ആരാ മക്കളെ? മറ്റൊരു എണ്ണൽ സംഖ്യ, മറ്റൊരു നിസ്സർഗ സംഖ്യ, അല്ലെ മറ്റൊരു നാച്ചുറൽ നമ്പർ. കണ്ടോ? അപ്പൊ രണ്ട് നാച്ചുറൽ നമ്പറുകൾ കൂട്ടിയാൽ കിട്ടുന്നത് മറ്റൊരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. രണ്ടുപേരെ കുറച്ചാൽ കിട്ടുന്നതാകുന്ന ആള് എപ്പോഴും ഒരു നാച്ചുറൽ നമ്പർ ആണെന്ന് പറയാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ വേണേ പറഞ്ഞുതരാം. അതാ ഇങ്ങോട്ട് നോക്കണേ. എടാ, രണ്ട് നാച്ചുറൽ നമ്പറുകൾ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ തുക. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പോലെ ചോദ്യങ്ങൾ വരാമല്ലോ. എടാ, രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുക, ഓക്കെ ആണോ? തുക മറ്റൊരു എണ്ണലാണ്, മറ്റൊരു എണ്ണൽ സംഖ്യയാണ്. ഓക്കെ, മറ്റൊരു എണ്ണൽ സംഖ്യ. ഓക്കെ ആണോ? മറ്റൊരു എണ്ണൽ സംഖ്യ. ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. മക്കളെ, രണ്ട് എണ്ണൽ സംഖ്യകളുടേതാകുന്ന തുക എന്ന് പറയുന്നത് മറ്റൊരു എണ്ണൽ സംഖ്യ. ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചു കേട്ടോണമേ. എടാ, എണ്ണൽ സംഖ്യകളുടെ ഞാൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ശ്രദ്ധിച്ച് എന്റെ കൂടെ അങ്ങ് നിന്നാ മതി. രണ്ട് എണ്ണൽ സംഖ്യകളുടെ എന്താടാ ഡിഫറൻസ്, വ്യത്യാസം എന്ന് പറയുന്നത്, അതായത് കുറയ്ക്കണം, ഒന്നീന്ന് ഒന്ന് കുറയ്ക്കണം. വ്യത്യാസം എന്ന് പറയുന്നത് മറ്റൊരു എണ്ണൽ സംഖ്യ. ഓക്കെ ആണോ? മറ്റൊരു എണ്ണൽ സംഖ്യ. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോണം. അപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എന്നൊന്ന് ശ്രദ്ധിച്ചേ. രണ്ട് എണ്ണൽ സംഖ്യകൾ ഉണ്ട്. ഇവന്മാരുടെ തുക, അതായത് രണ്ടുപേരും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത് ഒരു എണ്ണൽ സംഖ്യയാണ്. ഇനി രണ്ടാമത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ടെണ്ണൽ സംഖ്യകളുണ്ട്, അവരുടെ വ്യത്യാസം, അതായത് ഡിഫറൻസ് എടുക്കുക എന്നാ ഉദ്ദേശിക്കുന്നത്, അതായത് സബ്സ്ട്രാക്ട് ചെയ്യുക. കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് മറ്റൊരു എണ്ണൽ സംഖ്യയാണ്. അപ്പൊ ചോദ്യം എന്ന് പറയുന്നത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഓപ്ഷൻ എയിൽ അവർ പറയുന്നത് രണ്ടും ശരിയാണ് എന്ന് പറയുന്നു. ഓക്കെ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് രണ്ടും തെറ്റ് എന്ന് പറയുന്നു. ഓക്കെ. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഒന്ന് മാത്രം ശരി എന്ന് പറയുന്നു. അതിനർത്ഥം രണ്ട് തെറ്റെന്നാണ്. ഡി എന്ന് പറയുന്നത് രണ്ട് മാത്രം ശരി എന്നാണ് വരിക. രണ്ട് മാത്രം ശരി. കാരണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാം. കാര്യം ഇത് വളരെ ബേസിക് ആകുന്ന ക്വസ്റ്റ്യനാ. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് എന്റെ കൂടെ വായു. മക്കളെ, രണ്ട് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നുണ്ട്. രണ്ട് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നുണ്ട്. തുക എടുത്താൽ കിട്ടുന്നത് മറ്റൊരു എണ്ണൽ സംഖ്യയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഓൾറെഡി ഞാൻ കാര്യം പറഞ്ഞു കഴിഞ്ഞു. എന്താ? 8 എന്ന് പറയുന്നത് ഒരു എണ്ണൽ സംഖ്യയാണ്. 3 എന്ന് പറയുന്ന ഒരു എണ്ണൽ സംഖ്യ. രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന 11 മറ്റൊരു എണ്ണൽ സംഖ്യ. തെറ്റില്ല. ഓക്കെ. അതുകൊണ്ട് ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയാണ് എന്നത് നമുക്ക് ഉറപ്പിക്കാം. കണ്ടോ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരി. അങ്ങനെയാണെങ്കിൽ 1 എന്ന് പറയുന്നവൻ വരുന്നത് എവിടെയൊക്കെ അതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പരിഗണിക്കാം എന്നുള്ളതാണ്. ഒന്ന് മാത്രം ശരിയെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് പരിഗണിക്കാം. രണ്ട് ശരിയാണ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ? ഒന്ന് ശരിയാണല്ലോ. ഒന്ന് ശരിയാണെങ്കിൽ ഒന്നിനെ പരിഗണിക്കണ്ടേ? അതവിടെ എന്ത് ചെയ്യുന്നില്ല. ഇവിടെ രണ്ടും ശരിയെന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയെന്നല്ലേ? രണ്ടും തെറ്റ്. രണ്ട് മാത്രം ശരിയെന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം.
ഓക്കെ ആണോ? രണ്ടും തെറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കട്ട് ചെയ്യാം. കാര്യം ഒന്നെന്ന് പറയുന്ന കാര്യം, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന കാര്യം ഓട്ടോമാറ്റിക്കലി ശരിയാ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഓട്ടോമാറ്റിക്കലി ശരിയാണെങ്കിൽ, ഒന്ന് ശരിയാണെങ്കിൽ രണ്ടും തെറ്റെന്ന് പറയുന്ന ഓപ്ഷൻ കട്ട് ചെയ്തൂടെ? കാര്യം കൂട്ടത്തിൽ ഒരുത്ത ശരിയാ. അതുകൊണ്ട് ഈ പറയുന്ന രണ്ടാമത് വരുന്നതായ ആ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാം? ദാ ഈ രണ്ടാമത് വരുന്ന കാര്യം കട്ട് ചെയ്യാം. അതുപോലെ രണ്ട് മാത്രമാണ് ശരി എന്ന് പറയുന്നതും കട്ട് ചെയ്യാം. ഓക്കെ, കട്ട് ചെയ്തു. അങ്ങനെ 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 ഒന്ന് ഒന്ന് ചിന്തിച്ചേ. ദാ ഈ പറയുന്ന 2 പേരെ നമ്മളങ്ങ് കട്ട് ചെയ്തു. ഇനി അവിടെ അവശേഷിക്കുന്ന 2 ഓപ്ഷൻ. ഈ രണ്ടാമത്തെ ഓപ്ഷൻ ശരിയോ തെറ്റോ എന്നുള്ളതാ. മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കിയെടാ. 8ൽ നിന്ന് വേണമെങ്കിൽ 3 കുറയ്ക്കാം. അപ്പൊ എനിക്ക് 5 കിട്ടും. പക്ഷേ 3ൽ നിന്ന് 8 കുറയ്ക്കാൻ പറ്റൂ? പറ്റും. പക്ഷേ കിട്ടുന്ന സംഖ്യ എന്തല്ല? എണ്ണൽ സംഖ്യയല്ല എന്ന് നമുക്ക് ചിന്തിക്കാം. ശരിയല്ലേ? -5 എന്ന ആൻസർ വരുന്നത്. അതായത് എല്ലായ്പ്പോഴും വ്യത്യാസം എടുക്കുമ്പോൾ എണ്ണൽ സംഖ്യകൾ തന്നെ വരണമെന്ന് നിർബന്ധമില്ല. എല്ലായ്പ്പോഴും അങ്ങനെ സാധിക്കുന്നില്ല എന്നാണെങ്കിൽ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എല്ലായ്പ്പോഴും വരുന്നു എന്നുള്ള ഉദ്ദേശത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് പരിഗണിക്കണ്ട. അതുകൊണ്ട് ഒന്ന് മാത്രം ശരിയെന്നുള്ള സ്റ്റേറ്റ്മെന്റാ ശരി. രണ്ടെന്ന് പറയുന്നത് രണ്ടും ശരിയാണെന്ന് പറയുന്നപ്പോൾ തെറ്റായി മാറി. അപ്പൊ അതിന്റെ ആൻസർ ആരായി മാറി? ഓപ്ഷൻ സി ആയി മാറി. ഞാൻ ആ പറഞ്ഞ രീതി മനസ്സിലായോ? അതായത് ഈ പറയുന്ന രീതിയിലൊക്കെ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാം. വളരെ ബേസിക് ആകുന്ന കാര്യങ്ങളാണ്. ഇങ്ങനത്തെ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. ശരി. അപ്പോ ഇതുപോലെ തന്നെ അഖണ്ഡ സംഖ്യകളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കപ്പെടാമെന്നുള്ളതാണ്. ഇനി അവിടെ ഒരു ചോദിക്കുന്ന ചോദ്യം നോക്കേ. അഖണ്ഡ സംഖ്യകളിൽ ചോദിക്കുന്ന ചോദ്യം നോക്കേ. എടാ ആദ്യത്തെ 10 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എഴുതൂ. ആദ്യത്തെ 10 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം. ഓക്കെ ആണോ? ആദ്യത്തെ 10 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എഴുതുക. ഗുണനഫലം എഴുതുക. അപ്പൊ അങ്ങനെ ചോദിച്ചാ നമുക്കറിയാം 0 ഗുണം 1 ഗുണം 2 ഗുണം 3 ഗുണം ഇങ്ങനെ ആദ്യത്തെ 10 പേര്. എന്തായിക്കോട്ടെ, എന്ത് വേണോ ആയിക്കോട്ടെ, 0 എന്ന് പറയുന്ന ഒരു സംഖ്യ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ മറ്റുള്ള ആളുകളെ പരിഗണിക്കേണ്ട. ഉത്തരം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി 0 ആയി മാറുമെന്ന് നമുക്കറിയാം. ശരിയല്ലേ? അപ്പോ 0 പ്ലസ് എണ്ണൽ സംഖ്യയാണെങ്കിൽ അത് അഖണ്ഡ സംഖ്യകൾ. അഖണ്ഡ സംഖ്യകൾ ആദ്യത്തെ n ആളുകൾക്ക് എടുത്താൽ അത് 0 എന്നേ വരത്തുള്ളൂ. കാരണം ഗുണനഫലം എടുത്താൽ 0 എന്നേ വരത്തുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അപ്പൊ എന്താ അഖണ്ഡ സംഖ്യ എന്ന് പഠിച്ചു. അവിടെയുള്ള 1-2 ചോദ്യങ്ങളും ഞാൻ കാണിച്ചു തന്നു. മാതൃക കാണിച്ചു തന്നു. ഇനി അടുത്ത ആളെന്ന് പറഞ്ഞാൽ ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സുകളെ നമ്മൾ മലയാളത്തിൽ ഇരട്ട സംഖ്യകൾ എന്ന് പറയും. ആരാടാ ഇവന്മാര്? നമുക്കറിയാം. 2, 4, 6, 8 ഇങ്ങനെ പോകുന്ന ആളുകൾ. ഓക്കെ. ഇങ്ങനെ പോകുന്ന ആളുകളെ വിളിക്കുന്ന പേരാ ഇരട്ട സംഖ്യ. ഓക്കെ ആണോ? ആണ്. ഇനി എടാ അയ്യോ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. ഈ അഖണ്ഡ സംഖ്യകൾക്കും തുക കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. എടാ അതും കൂടെ പറഞ്ഞു തരണമല്ലോ. ആദ്യ n അഖണ്ഡ സംഖ്യകളുടെ തുക. അത് ഞാൻ വിട്ടുപോയതാ. ഐ എം സോറി. ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ തുക. ഓക്കെ. ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ആണ് n into n-1 divided by 2. ഓക്കെ. n into n-1 divided by 2. ഇതാണ് ആ ഇക്വേഷൻ. n into n-1 divided by 2 എന്ന ഇക്വേഷൻ. ഇപ്പൊ ഞാൻ പറയാം. ആദ്യത്തെ 100, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം കേട്ടോ. ആദ്യത്തെ 100 അഖണ്ഡ സംഖ്യകളുടേതാകുന്ന തുക കണ്ടുപിടിക്കൂ. അങ്ങനെ ആദ്യത്തെ 100 പേരുടെ തുക കണ്ടുപിടിക്കാൻ എന്നോട് പറയുമ്പോ ഞാൻ ചെയ്യേണ്ടത് എന്താ? ദാണ്ടെ 110. 100 എന്നല്ല 110 പേരുടെ. അപ്പൊ 110 എഴുതി. 110ൽ നിന്ന് ഒന്ന് കുറച്ചെഴുതണം. കാര്യം n into n-1 അല്ലേ. അപ്പൊ ഇത് എത്ര കൂടാ? 109 ഡിവൈഡഡ് ബൈ എത്ര വരും മക്കളെ? 2 എന്ന് വരും. ഓക്കെ അല്ലേ? ആണ്. ഇനി അവിടെ 109 ഗുണം 110/2. അപ്പൊ ഞാൻ 2 കൊണ്ട് 110നെ വെട്ടുന്നു. അപ്പൊ എന്റെ ആൻസർ ഇവിടെ എത്ര ഒരു 55 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ 109 ഗുണം 55 എന്ന് പറയുന്നത് എത്ര? അറിയാം. 9 5 45ന്റെ 5 4 ശിഷ്ടം. ഇവിടെ 5 ഗുണം 0 5, ബാലൻസ് അവിടെ 4. 5 ഗുണം 1 5. പറഞ്ഞേടാ ഇവിടെയും അതേ ആൻസർ തന്നെ വരും. 5 4 5 എന്ന് വരും. കൂട്ടി എഴുതിയ താഴെ 5 വരും. 5 4 എത്ര വരും? 9 വരും. 5 4 എത്ര വരും? 9 വരും. 5 അതേപടി താത്തിറക്കി. അപ്പൊ എന്റെ ആൻസർ 5995. കണ്ടോ? കണ്ടു. ആദ്യ n അഖണ്ഡ സംഖ്യകളുടെ തുക. ഓക്കെ അല്ലേ? ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? n into n-1 divided by 2. എന്താ ഇക്വേഷൻ? n into n-1 divided by 2. ഡൗട്ട് ഒന്നുമില്ലേ? ഡൗട്ട് ഇല്ല. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായേ? മനസ്സിലായി. ഇനി നമുക്ക് ആരിലേക്ക് പോവാം? നമ്മുടെ
ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്ന ആളിലേക്ക് പോകാം. മക്കളെ, ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ പറഞ്ഞു ആളുകൾ ആരൊക്കെ? 2, 4, 6 ഇങ്ങനെ പോകുന്ന ആളും. ഓക്കെ. ഇവിടെ ഈ ഇരട്ട സംഖ്യയ്ക്കും ഞാൻ പറഞ്ഞില്ലേ 0 പ്ലസ് എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞില്ലേ, അതിനെ അഖണ്ഡ സംഖ്യ എന്ന് വിളിച്ചില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും പല ഡെഫിനിഷൻസുകൾ ഈ ഇരട്ട സംഖ്യകൾക്ക് കൊണ്ടുവരാം. എന്തൊക്കെയാണ് അതെന്ന് നോക്കാം. എടാ, ഒന്നാമത്തെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, എടാ 2 കൊണ്ട് ഹരിച്ചാൽ, 2 കൊണ്ട് ഹരിച്ചാൽ, ഓക്കെ, 2 കൊണ്ട് ഹരിച്ചാൽ 0 ശിഷ്ടം വരുന്നവ, ഓക്കെ ആണോ? 0 ശിഷ്ടം വരുന്നവ, ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? 0 ശിഷ്ടം വരുന്നവ. 2 കൊണ്ട് ഹരിച്ചാൽ 0 ശിഷ്ടം വരുന്നവയാണ് ഇവന്മാര്. വരുന്ന എന്തെന്ന് വേണമെങ്കിൽ പറയാം, വരുന്ന എണ്ണൽ സംഖ്യകൾ, വരുന്ന എണ്ണൽ സംഖ്യകൾ, ഓക്കെ അല്ലേ? വരുന്ന എണ്ണൽ സംഖ്യകൾ. 2 കൊണ്ട് ഹരിച്ചാൽ 0 വരുന്ന, 0 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത്. അത് തന്നെ വേണമെങ്കിൽ ഈ പറയുന്ന അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാര്യം എന്താ? ഈ പറയുന്ന ഈ പറയുന്ന 0ത്തിനെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് അവിടെ എന്ത് വരും? 0 വരും. അവിടെ ഒരു പ്രശ്നമുണ്ട്. 0 എന്ന് പറയുന്ന ആളിനെ ഒഴികെ ബാക്കി ആരെങ്കിലും എന്നും കൂടെ ചേർക്കേണ്ടി വരും കേട്ടോ. 0 ഒഴികെ, 0 ഒഴികെ. കാര്യം എന്താ? 0 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞ ആൻസർ 0 എന്ന് തന്നെ വരുന്നത് കേട്ടോ. അവിടെ ശിഷ്ടം 0 ആയിട്ട് തന്നെയാണ് നമുക്ക് 0 എന്ന് തന്നെ നമുക്ക് അവിടെ എഴുതാൻ പറ്റും. അവിടെ ശിഷ്ടം 0 എന്ന് നമുക്ക് പറയാൻ പറ്റൂല, അല്ലെ? ശിഷ്ടം 0 ആണ് എന്ന കാരണം കൊണ്ട് അവിടെ അത് ഇരട്ട സംഖ്യയാണ് എന്ന് പറയാൻ പറ്റൂല. 0 എന്ന് പറയുന്ന ആള് എന്തല്ല, പോസിറ്റീവ് ആകുന്ന സംഖ്യയുമല്ല, നെഗറ്റീവ് ആകുന്ന ഒരു സംഖ്യയുമായിട്ട് പരിഗണിച്ചിട്ടില്ല എന്ന് ആദ്യമേ മനസ്സിലാക്കാം. ഓക്കെ അല്ലെ? നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ്. ഓക്കെ, സോറി, 0 എന്ന് പറയുന്ന ആള് ഇരട്ടയുമല്ല ഒറ്റയുമല്ല, അങ്ങനെ വേണം പറയാൻ കേട്ടോ. 0 എന്ന് പറയുന്ന ആള് ഒരു ഇരട്ട സംഖ്യയുമല്ല ഒറ്റ സംഖ്യയുമല്ല എന്നാ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് അപ്പോ അവിടെ 0 ഒഴികെ എന്ന് വേണമെങ്കിൽ ഇതാ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചോണേ. 0 ഒഴികെ, ശ്രദ്ധിച്ചോ, 0 ഒഴികെ 2 കൊണ്ട് ഹരിച്ചാൽ, 2 കൊണ്ട് ഹരിച്ചാൽ, 2 കൊണ്ട് ഹരിച്ചാൽ, ഓക്കെ ആണോ? ശിഷ്ടം 0 വരുന്ന അഖണ്ഡ സംഖ്യകൾ, അഖണ്ഡ സംഖ്യകൾ, അവയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇരട്ട സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇരട്ട സംഖ്യകളുടെ പ്രത്യേകത എന്താ? 2 വീതം കൂടി പോകുന്ന ആളുകളാണ്. ഓക്കെ അല്ലേ? അപ്പോ ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 2, 4, 6, 8 2 വീതം കൂടി പോകും. 2 ആകുന്ന ആളിനോടൊപ്പം ഒരു 2 കൂട്ടിയാൽ 4, ഒരു 2 കൂട്ടിയാൽ 6, അങ്ങനെ പോകും. ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 എന്നും പറയാം. കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, അങ്ങനെ പോകട്ടെ. ഇനി 2 ഡെഫിനിഷൻ പറഞ്ഞു. എങ്ങനെ? 2 കൊണ്ട് ഹരിച്ചാൽ 0 എന്ന ശിഷ്ടം വരുന്നവയായ എണ്ണൽ സംഖ്യകൾ, അതാണ് ഇരട്ട സംഖ്യ. അല്ലെങ്കിൽ പറയാം 0 ഒഴികെ, 0 എന്ന് പറയുന്ന ആളിനെ മാറ്റി നിർത്തിക്കൊണ്ട് 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 വരുന്നതായ അഖണ്ഡ സംഖ്യകളെയും നമുക്ക് എന്തെന്ന് തന്നെ വിളിക്കാം? ഇരട്ട സംഖ്യകൾ എന്ന് വിളിക്കാം. പരിപാടി മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനി നമുക്ക് ഈ ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നതായ ആളുമായി ബന്ധപ്പെട്ട് തുക കണ്ടുപിടിക്കാനുള്ള ഒരു പരിപാടി കൂടി പഠിക്കണം. എന്ത് കണ്ടുപിടിക്കാനാ? തുക കണ്ടുപിടിക്കാൻ. എടാ, ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വളരെ സിമ്പിളാ. n × n+1. എന്താ ഇക്വേഷൻ? n × n+1. ചോദ്യം ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചത് ഈ ഒരു മാതൃകയിലാണ്. എടാ, ആദ്യത്തെ 25 ഇരട്ട സംഖ്യകളുടെ, ആദ്യത്തെ ഇരട്ട സംഖ്യ എത്ര? 25 ഇരട്ട സംഖ്യകളുടെ തുക കണ്ടെത്തുക, തുക കണ്ടെത്തുക. ഓക്കെ ആണോ? തുക കണ്ടെത്തുക. ആദ്യത്തെ 25 ഇരട്ട സംഖ്യകളുടെ തുക കണ്ടെത്തുക എന്നായിരുന്നു ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? n എന്ന് പറയുന്നത് 25, n+1 എന്ന് പറഞ്ഞാൽ 25 കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന ഒന്ന് കൂട്ടുന്ന സംഖ്യ 26. 25 × 26 ആണ് എന്ത്? ഇതിന്റെ ആൻസർ. ഒന്ന് പറഞ്ഞേ. അപ്പൊ 25, 26 നമ്മളിപ്പോ തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് ഡയറക്റ്റ് അങ്ങ് ഗുണിച്ചു നോക്കി എഴുതാൻ ഞാൻ അങ്ങ് പറയുന്നത് കേട്ടോ. അപ്പൊ ആൻസർ എത്ര വരും? 6, 5, 30, 0. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ഗുണിച്ചോ, ഞാൻ എന്റെ രീതിയിൽ ഗുണിക്കും. 6, 5, 30, 0, 3, 6, 2, 12, 10, 22, 3, 25ന്റെ 5. അപ്പൊ ശിഷ്ടം 2, 2 × 2 4, 2 എത്ര വരും? 6. എന്റെ ആൻസർ എന്ന് പറയുന്നത് എത്ര വരും? 650. ഇത് കണ്ടുപിടിക്കാൻ പല രീതിയുണ്ട്. ഇവിടെ ഞാൻ ആ ഒരു രീതിയിൽ ഏറ്റവും ചെറുതാകുന്ന ഒരു ബേസിക് ആകുന്ന രീതിയാണ് ഞാൻ ഇവിടെ എടുത്തേ. ഇവിടെ 25 × 25ന്റെ കൂടെ ഒരു 25ഉം കൂടെ കൂട്ടിയാൽ മതി. 25 × 25 എന്ന് പറഞ്ഞാൽ എത്ര? 625. അതിന്റെ കൂടെ ഒരു 25 കൂടെ കൂട്ടി 650. മക്കളെ,
നമുക്ക് ഒരുപാട് ട്രിക്കുകൾ പഠിക്കാനുണ്ട്. ആ ട്രിക്കുകൾ പഠിക്കാനുള്ളതാകുന്ന വഴികളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഇവിടെ ഞാൻ ഉപയോഗിച്ച ആ ഒരു ട്രിക്ക് കൂടി ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. എന്താകുന്ന ട്രിക്കാ ഞാൻ ഇവിടെ ഉപയോഗിച്ചത്. ഇതിന് ആൻസർ കിട്ടില്ലേ? ആദ്യത്തെ 25 ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഞാനവിടെ എന്ത് മാത്രം ചെയ്താൽ മതി? 25 അതിന്റെ കൂടെ അടുത്ത വരുന്നവൻ ആരാണോ അതിനെ അങ്ങ് ഗുണിച്ചാൽ മതി. അപ്പൊ എന്റെ ആൻസർ കിട്ടിക്കോളും. ആദ്യത്തെ 25 ഇരട്ട സംഖ്യകളുടെ തുക കിട്ടിയല്ലോ. കിട്ടി. ഇനി ഞാൻ അവിടെ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഞാൻ എന്ത് സാധനമാ ചെയ്തേന്നുള്ള ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ദാ നോക്കേ, 14 ഗുണം 15 എന്ന് പറഞ്ഞാൽ എന്ത് വരും? അടുത്തത് 25 ഗുണം 26 എന്ന് പറഞ്ഞാൽ എന്ത് വരും? അടുത്തത് ഒരു 18 ഗുണം 19 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഒന്ന് ശ്രദ്ധിച്ചോണേ. ഈ പറയുന്ന 14നും 15നും ഇടയിലുള്ള വ്യത്യാസം 1, 25നും 26നും ഇടയിലുള്ള വ്യത്യാസം 1, 18ഉം 19നും ഇടയിലുള്ള വ്യത്യാസം 1. തൊട്ടടുത്ത് വരുന്ന സംഖ്യകളാണ് അവിടെ ഗുണിക്കപ്പെടുന്നതെങ്കിൽ, അടുത്തടുത്ത് വരുന്ന സംഖ്യകളുടെ ഇടയിൽ ഗുണനമാണ് നടക്കുന്നതെങ്കിൽ 15 ഗുണം 14 എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ. 14ന്റെ സ്ക്വയറിന്റെ കൂടെ ഒരു 14 കൂട്ടിയാൽ മതി. ചെറിയ സംഖ്യ ആരാ? 14. അതിന്റെ സ്ക്വയറിന്റെ കൂടെ 1 കൂട്ടിയ 14 കൂട്ടിയാൽ മതി. ഇവിടെ 25 ആണെങ്കിൽ 25ന്റെ സ്ക്വയറിന്റെ കൂടെ ഒരു 25 കൂടെ കൂട്ടിയാൽ മതി. ഇതായിരിക്കും ആൻസർ. അവിടെ 18 ആണെങ്കിൽ 18ന്റെ സ്ക്വയർ എടുക്കുന്നു, അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നു? ഒരു 18ഉം കൂടെ കൂട്ടുന്നു. ഇത് ആൻസർ. അപ്പൊ ഇവിടെ ആൻസർ എത്ര വരും? 14ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 196. ഓക്കെ. അതിന്റെ കൂടെ ഒരു 14ഉം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് എന്റെ ആൻസർ എത്ര വരും? 210 എന്ന് വരും. ഇവിടെ 25ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 625. അതിന്റെ കൂടെ ഒരു 25 കൂടെ കൂട്ടി എന്റെ ആൻസർ എത്ര വരും? 650. ഇനി അടുത്തത് നോക്കേ, 18ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്റെ ആൻസർ എത്രയാണ് വരുന്നത്? 18ന്റെ സ്ക്വയർ ആലോചിച്ച് നോക്കി പറഞ്ഞാൽ മതി. 18ന്റെ സ്ക്വയർ 324 വരുന്നത്. അതിന്റെ കൂടെ ഒരു 18ഉം കൂടെ കൂട്ടിയാൽ എന്റെ ആൻസർ എത്ര വരും? 324ന്റെ കൂടെ ഒരു 10 കൂട്ടിയാൽ 334, 334ന്റെ കൂടെ ഒരു 8 കൂട്ടിയാൽ 342 എന്ന് വരും. കണ്ടോ? ഇങ്ങനെയാണ് അത് കൂട്ടേണ്ടത്. അപ്പൊ സ്പീഡ് കിട്ടും. കണ്ടോ? ഇതൊക്കെ സ്പീഡ് കൂട്ടാനുള്ളതാകുന്ന ട്രിക്കുകളാണേ. മനസ്സിലായോ? എന്താ പറഞ്ഞേ? അടുത്തടുത്ത് വരുന്ന സംഖ്യകളാണെങ്കിൽ ഒന്നുമില്ല, അതിലെ ചെറിയ സംഖ്യയുടെ സ്ക്വയർ എടുത്ത് ആ ചെറിയ സംഖ്യ തന്നെ ഒന്നുകൂടെ ഒന്ന് കൂട്ടിയാൽ മതി. 14 ഗുണം 15 ആണ്. 14ന്റെ സ്ക്വയറിന്റെ കൂടെ ഒരു 14 കൂടെ കൂട്ടിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ തുക കണ്ടുപിടിക്കാൻ ഇവിടെ ഇരട്ട സംഖ്യകളിലേക്ക് തിരിച്ചു പോവാം. തുക കണ്ടുപിടിക്കാൻ ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ എന്താ മക്കളെ? n × n+1. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഇരട്ട സംഖ്യകൾ എന്നാണെങ്കിൽ അവിടെ ഇങ്ങനെയാ പോവുക. 2 വീതം കൂടി കൂടി പോകുന്ന ആളുകളാ. ശിഷ്ടമാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ 0 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ ശിഷ്ടം എത്ര വരണം? 0 വരണം. അങ്ങനെയുള്ള സംഖ്യകൾ അവരുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് n × n+1 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഒറ്റ സംഖ്യകൾ എന്നതിനകത്തേക്ക് വാ. ഒന്നുമില്ല, ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയും നമുക്ക് ഡെഫിനിഷൻ കൊണ്ടുവരാം. ഒന്നാമത്തെ ഡെഫിനിഷൻ ഞാൻ പറയാം, രണ്ടാമത്തെ നിങ്ങൾ അങ്ങ് ആലോചിച്ചെടുത്താൽ മതി. എടാ, 2 കൊണ്ട് ഹരിക്കുമ്പോൾ, 2 കൊണ്ട് ഹരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും കേട്ടോ. 2 കൊണ്ട് ഹരിക്കുമ്പോൾ അവിടെ എന്തു വരണം? ശിഷ്ടം എന്ന് പറയുന്നത് എത്ര വരണം മക്കളെ? ശിഷ്ടം എന്ന് പറയുന്നത് 1. കാരണം 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന എണ്ണൽ സംഖ്യകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഓഡ് നമ്പേഴ്സ്. അല്ലെങ്കിൽ 0 ഒഴികെ, കണ്ടോ? 0 മാറ്റി നിർത്തുക. 0 ഒഴികെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് വരണം? ശിഷ്ടം 1 വരുന്ന അഖണ്ഡ സംഖ്യകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഒറ്റ സംഖ്യകൾ. കണ്ടോ? ഓഡ് നമ്പേഴ്സ് എന്ന് വിളിക്കും. ഡൗട്ടുകളൊന്നുമില്ലേ? ആ ഒരു കാര്യം പഠിച്ചു. ആ ഒരു കാര്യം മനസ്സിലായി. ഇനിയും ഇവിടെയും നമ്മൾ പഠിക്കണം തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, എണ്ണം എന്താണോ പറയുന്നത് അതിന്റെ സ്ക്വയർ എടുത്താൽ ആൻസർ കിട്ടും. എണ്ണം എന്താണോ പറയുന്നത് അതിന്റെ സ്ക്വയർ എടുത്താൽ ആൻസർ വരും. അതായത് n സ്ക്വയർ ചെയ്താൽ നമുക്ക് ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാം. ഞാൻ പറയാം, എടാ അതാ നോക്കിക്കോ, 1 3 5 ആദ്യത്തെ n സംഖ്യകളാണ്. നോക്കിയാ ഇവന്മാരുടെ തുക എത്ര വരുന്നതെന്ന് നോക്കേ. 5 3 8 1 9 വരും. ഇനി ഞാൻ നോക്കാം എത്ര സംഖ്യ എടുത്തു? ആദ്യത്തെ 3 വരെ എടുത്തേ. 3ന്റെ സ്ക്വയർ എടുത്താലും എനിക്ക് എന്ത് തന്നെ വരുന്നത്? 3ന്റെ സ്ക്വയർ എടുത്താലും എനിക്ക് എന്ത് തന്നെ വരുന്നത്? 9 തന്നെ വരുന്നത്. അതായത് വലിയ വലിയ പരിപാടികളൊക്കെ വരുമ്പോൾ എണ്ണം പറയും, അതിന്റെ സ്ക്വയർ എടുത്ത ആൻസർ കിട്ടും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം, എടാ ആദ്യത്തെ ഈ മാതൃകയിൽ ഒരു ചോദ്യം ചോദിച്ചു, 50. ഓക്കെ, ആദ്യത്തെ 50 ഒറ്റ സംഖ്യയുടെ തുക, ആദ്യത്തെ 50 ഒറ്റ സംഖ്യകളുടെ തുക എത്ര വരും എന്നാണ് ചോദിക്കുന്നത്. ആദ്യത്തെ 50 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എന്ത് വരുമെന്നാണ് ചോദ്യം. എന്തായിരിക്കും വരിക? ഒന്നുമില്ല, 50 എണ്ണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ 50ന്റെ സ്ക്വയർ, 50ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരും? 2500. ഇതായിരിക്കും ആദ്യത്തെ 50 പേരുടെ ഒറ്റ സംഖ്യകളാകുന്ന 50 പേരുടെ തുക എന്ന് പറയുന്നത്. ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ?
ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടെ ആവർത്തിക്കാം. നാച്ചുറൽ നമ്പറുകൾ കേവലം എണ്ണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളാ 1, 2, 3 എന്നിങ്ങനെയാകുന്ന രീതിയിലാ പോകുന്നത്. അത് കഴിഞ്ഞ് ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യകൾ പറഞ്ഞു. 0 ഉൾപ്പെട്ട എണ്ണൽ സംഖ്യയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ശരി. ഈവൻ നമ്പറുകൾ അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ എന്നാണെങ്കിൽ എന്താണ് പറഞ്ഞത്? ശിഷ്ടം 0 വരുന്ന ആളുകൾ 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 വരണം എന്നാണ് പറഞ്ഞത്. എപ്പോ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 0 വരുന്ന ആളുകൾ. 0 ഒഴികെയുള്ള അഖണ്ഡ സംഖ്യകൾ അല്ലെങ്കിൽ 2 കൊണ്ട് ഭാഗിച്ചാൽ ശിഷ്ടം 0 വരുന്ന എണ്ണൽ സംഖ്യകളെ വിളിക്കുന്ന പേരാണ് ഇരട്ട സംഖ്യകൾ. ഒറ്റ സംഖ്യകളാകുമ്പോഴോ ശിഷ്ടം എത്ര വരണം? 1 വരണം എന്ന് ഞാൻ പറഞ്ഞു. എത്ര വരണ്ടേ? ശിഷ്ടം എന്ന് പറയുന്നത് 1 വരണം. എപ്പോ? 2 കൊണ്ട് ഹരിക്കുമ്പോൾ. ഡൗട്ടുകളൊന്നുമില്ലേ? ഇനി നമ്മൾ പറഞ്ഞ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നാച്ചുറൽ നമ്പറുകൾ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളാണെങ്കിൽ അവിടുത്തെ ഇക്വേഷൻ n into n plus 1 ഡിവൈഡഡ് ബൈ 2 എന്ന്. ഇനി അതേപടി തന്നെ ഹോൾ നമ്പറുകൾ അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യകളാണെങ്കിൽ അവിടെ n into n minus 1 ഡിവൈഡഡ് ബൈ 2 എന്ന അവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. ഇരട്ട സംഖ്യകളാണെങ്കിലോ അവിടുത്തെ ഇക്വേഷൻ n into n plus 1 എന്നാണ് ഉപയോഗിക്കേണ്ടത്. അവിടെ ഒറ്റ സംഖ്യകളാണെങ്കിൽ n സ്ക്വയർ. കണ്ടോ? ഈ 4 ഇക്വേഷൻസും കൂടെ പഠിച്ച് സെറ്റായിട്ട് കയ്യിലുണ്ടോ? ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ടോ? ഉണ്ട്. കൃത്യമായിട്ട് ആ 4 സംഖ്യകൾ ആരൊക്കെയാണ് എന്ന് പഠിച്ചോ? പഠിച്ചു. ഡൗട്ടുകളൊന്നുമില്ലേ? കാര്യങ്ങളെ മനസ്സിലാക്കി മുമ്പോട്ടേക്ക് പോയാൽ വളരെ നിസ്സാരമായിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഉള്ളൂ ഇവിടെ. ഇനി നോക്കേ, ഫ്രാക്ഷണൽ നമ്പേഴ്സ്. ഓക്കെ ആണോ? ഫ്രാക്ഷണൽ നമ്പറുകളെ നമുക്ക് തനിയായിട്ട് തന്നെ പഠിക്കാനുണ്ട്. പക്ഷെ ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആക്കി പറഞ്ഞു തരാം. നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്കൊന്ന് ഡീറ്റെയിൽ ചെയ്ത് പോവാം. ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നോക്കേടാ, പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ്. പി ബൈ ക്യൂ ഫോമിൽ എഴുതുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഭിന്നസംഖ്യകൾ. അതായത് 4/5 എന്ന് പറയുന്നത് ഒരു ഭിന്നസംഖ്യ. അതുപോലെ 5/4 എന്ന് എഴുതിയാലും ഭിന്നസംഖ്യ. ഓക്കെ അല്ലെ? മുകളിലും താഴെയും ഒരാൾ കാണും. മുകളിലുള്ളവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അംശം എന്ന് വിളിക്കും, അല്ലെങ്കിൽ ന്യൂമറേറ്റർ എന്ന് വിളിക്കും. മുകളിലുള്ളവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അംശം, അല്ലെങ്കിൽ എന്ത് പേരിട്ട് വിളിക്കും? ന്യൂമറേറ്റർ എന്ന പേരിട്ട് വിളിക്കും. ഓക്കെ അല്ലേ? താഴെയുള്ളവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഛേദം എന്ന് പറയും. ഛേദം എന്ന് പറയും. ഓക്കെ. ഛേദം എന്നതിന്റെ ഇംഗ്ലീഷ് ആണ് എന്തെന്ന് പറയുന്നത്? ഡിനോമിനേറ്റർ. എന്തെന്നാ വിളിക്കുക? ഡിനോമിനേറ്റർ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഡിനോമിനേറ്റർ എന്ന് വിളിക്കും. ഡൗട്ടുകൾ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോ ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞാൽ എ ബൈ ബി ഫോം അല്ലെങ്കിൽ പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന ആളുകളെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ഈ പറയുന്ന ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അവിടെ മുകളിലുള്ളവനെ നമ്മൾ വിളിക്കും അംശം, താഴെയുള്ളവനെ നമ്മൾ വിളിക്കും ഛേദം. ഇനി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഭിന്നസംഖ്യകളെ നമുക്ക് 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ്. എത്ര രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം? 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? അവനെ പ്രതിനിധീകരിക്കാം. അതിലൊന്ന് പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറയും. എന്തെന്ന് പറയടാ? പ്രോപ്പർ ഫ്രാക്ഷൻസുകൾ എന്ന് പറയും. പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറയും. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഇംപ്രോപ്പർ ഫ്രാക്ഷനുകൾ എന്ന് പറയും. ഇംപ്രോപ്പർ ഫ്രാക്ഷനുകൾ എന്ന് പറയും. മൂന്നാമത്തതാണ് എന്തെന്ന് പറയുന്നത്? മിക്സ്ഡ് ഫ്രാക്ഷനുകൾ എന്ന് പറയും. ഓക്കെ ആണോ? മിക്സ്ഡ് ഫ്രാക്ഷൻസ് എന്ന് പറയും. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ പ്രോപ്പർ ഫ്രാക്ഷൻസ് ഉണ്ട്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അതുപോലെ തന്നെ മിക്സ്ഡ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇതില് പ്രോപ്പർ ഫ്രാക്ഷനിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേര് നമ്മൾ വിളിക്കുന്ന പേര് എന്ന് പറയുന്നത് എന്താണ്? സാധാരണ എന്ന് വിളിക്കും. സാധാരണ ഭിന്നസംഖ്യകൾ എന്ന് വിളിക്കും. അതുപോലെ ഈ പറയുന്ന ഇംപ്രോപ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിഷമ ഭിന്നസംഖ്യകൾ എന്ന് നമ്മൾ വിളിക്കും. മിക്സ്ഡ് അത് തൽക്കാലം അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. മിശ്ര ഭിന്നസംഖ്യ എന്ന് വേണമെങ്കിൽ പറഞ്ഞു. മിശ്ര ഭിന്നസംഖ്യകൾ എന്ന് വേണമെങ്കിൽ പറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോ സാധാരണ ഭിന്നസംഖ്യകളുണ്ട്, വിഷമ ഭിന്നസംഖ്യകളുണ്ട്, മിശ്ര ഭിന്നസംഖ്യകളുണ്ട്. ഇങ്ങനെ 3ആയിട്ട് തരംതിരിക്കും. അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പറഞ്ഞുതരാം. ഒന്ന് നോക്കേടാ, ഇവിടെ ഞാൻ എ ബൈ ബി എന്ന രീതിയിൽ എഴുതുമ്പോൾ ഞാൻ എ എന്ന് പറയുന്ന ആള് ചെറുതാണ് ബിയേക്കാൾ എന്ന രീതിയിലാണ് എഴുതുന്നത്. അതായത് 3/5. മുകളിലുള്ള 3 ചെറുതും താഴെയുള്ള 5 വലുതും. ഇനി എന്താണ്ടേ 4/16 എന്ന് എഴുതി. മുകളിലുള്ള 4 വലുത്, താഴെയുള്ള 16, മുകളിലുള്ള 4 ചെറുത്, താഴെയുള്ള 16 വലുത്. ഓക്കെ അല്ലേ? അതായത് താഴെയുള്ള ഡിനോമിനേറ്റർ ആകുന്നവൻ വലുതാണ് എന്ന രീതിയിൽ ഞാൻ എഴുതിയാൽ ന്യൂമറേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഡിനോമിനേറ്റർ ഉണ്ട്, അല്ലെങ്കിൽ അംശമുണ്ട്, ഛേദമുണ്ട്. അതിൽ ഛേദമാണ് വലുത് അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ആണ് വലുത് എന്ന സാഹചര്യത്തിൽ എഴുതുന്ന സംഖ്യകളെ ഞാൻ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പ്രോപ്പർ ആകുന്ന ഫ്രാക്ഷനുകൾ അല്ലെങ്കിൽ സാധാരണ ഭിന്നങ്ങൾ എന്ന് പറയും. ഓക്കെ. അത് കഴിഞ്ഞാൽ ഞാൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസിനകത്തേക്ക് വരും. ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ന്യൂമറേറ്റർ ആകുന്ന ആൾ വലുതാണ്, ഈ പറയുന്ന ഡിനോമിനേറ്റർ ആകുന്ന ആൾ എന്താണ്? ചെറുതാണ്.
ഓക്കെ, ന്യൂമറേറ്റർ ആകുന്ന ആള് വലുതാണ്, ഡിനോമിനേറ്റർ ചെറുത്. ഉദാഹരണത്തിന് ഞാൻ 5/4 എന്ന് എഴുതി. മുകളിലുള്ള 5നേക്കാൾ ചെറുതാണ് താഴെയുള്ള 4. മുകളിൽ വലുതും താഴെ ചെറുതും, ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും. അങ്ങനെയാകുന്ന രീതിയിൽ എഴുതുമ്പോഴാണ് നമ്മൾ അതിനെ ഏത് പേരിട്ട് വിളിക്കുന്നത്? ഇംപ്രോപ്പർ ഭിന്നങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന വിഷമ ഭിന്നങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായി. അടുത്തത് മിക്സ്ഡ് ഫ്രാക്ഷനുകൾ എന്ന് പറയും. മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യകളെ റെപ്രസെന്റ് ചെയ്യുന്ന മറ്റൊരു രീതി. ഏതിനെ? ഈ വിഷമ ഭിന്നസംഖ്യകളെ നമ്മൾ മറ്റൊരു രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവതരിപ്പിക്കുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് മിക്സ്ര ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ മിക്സ്ഡ് ഫ്രാക്ഷൻസ്. അതിന് ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ 3ഉം 1/2 എന്ന് എഴുതത്തില്ലേ? ഈ ഒരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യാറില്ലേ? അതിനെ വിളിക്കുന്ന പേരാ എന്തെന്ന് പറയുന്നത്? നമ്മുടെ മിക്സ്ഡ് ഫ്രാക്ഷൻസ്. ഈ രൂപത്തിൽ എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മിശ്ര ഭിന്നസംഖ്യകൾ എന്ന് പറയും. ഡൗട്ടുകളൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ഇവിടെ സാധാരണ എങ്ങനെ എഴുതുന്നെന്ന് ചോദിച്ചാൽ, കോഷ്യന്റ് നമ്മൾ ഇവിടെ എഴുതും. അതിനുശേഷം നമ്മൾ റിമൈൻഡർ ആകുന്നവനെ എന്ത് ചെയ്യും? മുകളിൽ എഴുതി താഴെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, അവിടെ നമ്മൾ ഭാഗിക്കാൻ ഉപയോഗിക്കുന്ന അതേ ഡിനോമിനേറ്റർ ആകുന്ന ആളിനെ എഴുതുകയാ പതിവ്. അവിടെ ഡിവൈസർ എന്നൊക്കെ നമ്മൾ വിളിക്കും. ഇതൊക്കെ നമുക്ക് പിന്നൊരു സമയത്ത് ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ഭാഗം പഠിക്കുമ്പോൾ പറയാം. എന്തായാലും ആ ഒരു രൂപത്തിൽ എഴുതുന്ന ആളിനെ വിളിക്കുന്ന പേരാ 3ഉം 1/2 അല്ലെ 5/7 എന്ന് എഴുതിക്കോ. ഈ ഒരു രീതിയിലൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ആളിനെ എഴുതുന്നതാണ് മിശ്ര ഭിന്നസംഖ്യ എന്ന് പറയും. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിന്ന് പഠിക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, എടാ, ഈ വിഷമ ഭിന്നസംഖ്യകളെ റെപ്രസെന്റ് ചെയ്യുന്ന മറ്റൊരു രീതിയാണ് മിശ്ര ഭിന്നസംഖ്യ എന്ന് ഞാൻ പറഞ്ഞു. അവിടെ പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാൾ ചെറുതാണല്ല. എന്താ ഞാൻ പറഞ്ഞത്? ഒന്നിനേക്കാൾ ചെറുത്. എന്താണ് പ്രോപ്പർ ഭിന്നസംഖ്യകളുടെ? ഒന്നിനേക്കാൾ ചെറുതാണ് ഇവന്മാരുടെ മൂല്യം. ഓക്കെ ആണോ? ഒന്നിനേക്കാൾ ചെറുതാകുന്ന മൂല്യത്തിൽ രേഖപ്പെടുത്തുന്ന ഭിന്നസംഖ്യകളെയാണ് സാധാരണ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഇംപ്രോപ്പർ എന്നാണെങ്കിൽ അവിടെ എന്തായിരിക്കും വരിക? ഒന്നിനേക്കാൾ വലുത്. ഒന്നിനേക്കാൾ വലുതാകുന്ന സംഖ്യകളെ, ഒന്നിനേക്കാൾ വലുതാകുന്ന സംഖ്യകളാണ് ഏതെന്ന് പറയുന്ന വിഷമ ഭിന്നസംഖ്യകൾ. ഈ ഒരു കാര്യം കൂടെ അവിടെ പഠിച്ചേ പറ്റൂ കേട്ടോ. എടാ, ഒന്നിനേക്കാൾ ചെറുതാണെങ്കിൽ അത് സാധാരണ ഭിന്നസംഖ്യ ആയിരിക്കും. ഒന്നിനേക്കാൾ വലുതാണെങ്കിൽ അതാരായിരിക്കും? വിഷമ ഭിന്നസംഖ്യ അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ, മിശ്ര ഭിന്നസംഖ്യ എന്ന് വേണമെങ്കിലും പറയാം. കാര്യം എന്താ? ഈ പറയുന്ന ഇംപ്രോപ്പർ ആകുന്ന ആളെ വിഷമ ഭിന്നസംഖ്യ ആകുന്ന ആളെ രേഖപ്പെടുത്തുന്ന മറ്റൊരു രീതി മാത്രമാണ് ഈ മിശ്ര ഭിന്നസംഖ്യ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പോ ഭിന്നസംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തൽക്കാലം അത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇനി ഇവനെ എങ്ങനെ കൂട്ടണം, ഗുണിക്കണം, ഹരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. എന്നിരുന്നാലും തൽക്കാലം ഇത്രയും കാര്യങ്ങൾ പഠിക്കാം. ഇനി നമുക്ക് ഡെസിമൽ സംഖ്യകൾ നോക്കാം. എടാ, ഈ പറയുന്ന ഭിന്നസംഖ്യകളിൽ തരുന്ന ആളുകളെ മറ്റൊരു രീതിയിൽ രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അത് ഈ പറയുന്ന ഡെസിമൽ രീതിയിലാണ്. ഓക്കെ, ഞാനിപ്പോ എഴുതുന്ന ഒരു സാധനം നോക്കേ, 3.5 അല്ലെങ്കിൽ 3.5, 0.68. ഇതെല്ലാം എന്താണ് എന്ന് ചോദിച്ചാൽ ഇതെല്ലാം തന്നെ ആരാണ് മക്കളെ? ഭിന്നസംഖ്യകളാകുന്ന ആളുകളാണ്. ഇപ്പോ ഉദാഹരണത്തിന് 3.5 എന്ന് പറയുന്ന ഒരാളെ പരിഗണിക്കുന്നു. ആരെയെ പരിഗണിച്ചേ? 3.5. ശരിക്കും 3.5 എന്ന് പറഞ്ഞാൽ 35/10 എന്ന് എഴുതേണ്ട ആളാണ്. 35/10 എന്ന് എഴുതിയാൽ അത് ഭിന്നസംഖ്യയാണ്. ഈ ഭിന്നസംഖ്യയെ ദശാംശ രൂപത്തിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ദശാംശ സംഖ്യയിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു സ്ഥാനം മാറ്റി ഒരു കുത്തു കൊടുത്തു. ഇടത് ഭാഗത്ത് നിന്ന് വലത് ഭാഗത്ത് നിന്നോ, എവിടെ നിന്ന? വലത് ഭാഗത്ത് നിന്ന് ഇടത്തേക്കെന്നുള്ള വണ്ണം ചലിക്കുന്ന രീതിയിൽ എണ്ണം നോക്കി എന്ത് ചെയ്തു? സ്ഥാനം നോക്കി കുത്തിട്ട് കൊടുക്കും. ഓക്കെ, അതെങ്ങനെ കുത്തിടണം എന്നുള്ളതൊക്കെ നമുക്ക് പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ആദ്യമേ പറയട്ടെ. ഈ പറയുന്ന ഭിന്നസംഖ്യകളെ നമ്മൾ മറ്റൊരാളുടെ രൂപത്തിലേക്ക് മാറ്റുന്നു എന്നാണെങ്കിൽ ആ ആളുടെ രൂപമാണ് ഏതെന്ന് പറയുന്നത്? ഈ ദശാംശ സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാം. എടാ, 35/10 എന്നാണെങ്കിൽ, അതുപോലെ 28/100 എന്നാണെങ്കിൽ, ഓക്കെ, അവിടെ ഒരു 45/1000 എന്നാണെങ്കിൽ, ഈ പറയുന്ന 3 സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെയാ ദശാംശങ്ങൾ കൊടുക്കുക എന്ന് ചോദിച്ചാൽ, എടാ, താഴെ 1000, 10 അങ്ങനെ ഒന്നിൽ തുടങ്ങുന്ന പൂജ്യങ്ങളുള്ള ഏതൊരു സംഖ്യയാണെങ്കിൽ അങ്ങനെയാ വരണ്ടേ. 10, 100, 1000, 10000 അങ്ങനെയുള്ളവന്മാരെ വെച്ചാൽ നമ്മൾ അവിടെ സംസാരിക്കണം. നോക്കേ, ഇവിടെ താഴെ എത്ര പൂജ്യമുണ്ട്? എടാ, വലത് ഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്തേക്ക് അത്രയും എണ്ണം മാറ്റി കുത്തിടണം, അത്രയും സ്ഥാനം മാറ്റി കുത്തിടണം. ഇവിടെ ഇപ്പോ ഒരു പൂജ്യമേ ഉള്ളൂവെങ്കിൽ ഒരു സ്ഥാനം മാറ്റി കുത്ത്. ഇവിടെ വലത് ഭാഗത്ത് 5 കഴിഞ്ഞ് 5 എന്ന് പറയുന്ന ഒരാളെ അവിടെ മാറ്റി കഴിഞ്ഞാൽ നടുക്ക് വരും കുത്ത്. അറിയാലോ, 3.5 എന്നോ. ഇനി ഇവിടെ രണ്ട് പൂജ്യങ്ങൾ ഉണ്ടായത് കൊണ്ട് 2 സ്ഥാനം, ദാ ഇവിടെ നിന്ന് 2 സ്ഥാനം മാറ്റി കൊടുക്കണം. ദാ ഇവിടെ ഒരു സ്ഥാനം, ദാ ഇത് 2 സ്ഥാനം. അപ്പൊ എന്റെ ആൻസർ എന്താവും? 0.28 എന്നാവും. ഡൗട്ട് ഇല്ലേ? ഇനി 45 അവിടെ താഴെയുള്ളത് 1, 2, 3 ഇല്ലാത്ത സ്ഥാനങ്ങൾ 0 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇട്ട് കൊടുക്കണം എന്നുള്ളതാണ്. ദാ ഇവിടെ 45 എഴുതി.
എണ്ണി നോക്കുമ്പോൾ ഇവിടെ നിന്ന് ദാ ഇവിടെ 1, 2, രണ്ടാം സ്ഥാനം കഴിഞ്ഞ് മൂന്നാമതൊരാൾ കൂടെ വേണം. ഇല്ലാത്തത് കൊണ്ട് അവിടെ 0 കൊടുത്ത് അതിന്റെ ഫ്രണ്ടിൽ ഒരു ദശാംശ സംഖ്യ കൊടുത്തു. അപ്പൊ 0.045. ഈ സാധനങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്നാണ് എന്റെ വിശ്വാസം. അപ്പോ അവിടെ ശരിക്കും എന്താ സംഭവിച്ചത്? ഭിന്നസംഖ്യകളാകുന്ന ആളിനെ ഞാൻ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റി കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ശരി മക്കളെ, ഈ രണ്ടാകുന്ന ആളുകളെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് സെപ്പറേറ്റ് ആകുന്ന ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ. ഇനി അടുത്ത ആളിനിലേക്ക് പോവാം. നെഗറ്റീവ് നമ്പറുകളാകുന്ന ആളുകളിലേക്ക് പോവാം. മക്കളെ, നെഗറ്റീവ് നമ്പറുകളെ നമ്മൾ 2 പേരിൽ അറിയപ്പെടും മലയാളത്തിൽ. ന്യൂനസംഖ്യകൾ എന്നാണ് ഒന്ന്, ഋണസംഖ്യകൾ എന്നാണ് രണ്ടാമത്തെ. ഓക്കെ അല്ലേ? ഈ നെഗറ്റീവ് സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ? -1, -2, -3 എന്നിങ്ങനെ പോകുന്ന ആള്. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് ഇവനെ എങ്ങനെ ഒരു ഡെഫിനിഷൻ ഇവന് കൊടുക്കാം? എടാ, നെഗറ്റീവ് എണ്ണൽ സംഖ്യകളെ വിളിക്കുന്ന പേര് എന്തെന്നാ പറഞ്ഞേ? നെഗറ്റീവ് എണ്ണൽ സംഖ്യകളെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് എണ്ണൽ സംഖ്യകൾ. നെഗറ്റീവ് എണ്ണൽ സംഖ്യകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? നെഗറ്റീവ് എണ്ണൽ സംഖ്യകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ന്യൂനസംഖ്യകൾ അല്ലെങ്കിൽ ഋണസംഖ്യകൾ. കണ്ടോ, ഒരു ഡെഫിനിഷൻ വന്നുണ്ടോ? നെഗറ്റീവ് എണ്ണൽ സംഖ്യകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഋണസംഖ്യകൾ അല്ലെങ്കിൽ ന്യൂനസംഖ്യകൾ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ. അവിടെ പോസിറ്റീവ് നമ്പേഴ്സിനെ നമ്മൾ അതിസംഖ്യകൾ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ധനസംഖ്യകൾ എന്നും വിളിക്കും. ഓക്കെ. അതിസംഖ്യകൾ എന്ന് വിളിക്കും, ധനസംഖ്യകൾ എന്ന് വിളിക്കും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കേ, ഇതാണ്ടേ 1, 2, 3 ഇങ്ങനെ എഴുതുന്ന ആളുകൾ തന്നെ. അതായത് അതിസംഖ്യകൾ അല്ലെങ്കിൽ ധനസംഖ്യകൾ എന്ന് പറയുന്നതും എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നതും രണ്ടും ഒന്നാണ്. 0 എന്ന് പറയുന്ന ആള് ഒരു നെഗറ്റീവ് സംഖ്യയുമല്ല, ഒരു പോസിറ്റീവ് സംഖ്യയുമല്ല എന്ന രീതിയിൽ പരിഗണിക്കുന്ന ഒരാളാണ് എന്ന് തൽക്കാലം ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. കൂടുതലാകുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ അല്ലേ? അപ്പോ നമ്മൾ ഇന്നത്തെ ദിവസം ഞാൻ വളരെ കാര്യമാകുന്ന രീതിയിൽ തന്നെ കുറെ സംഭവങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു. ആ ഒരു മേഖലയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ എന്താണ് നാച്ചുറൽ നമ്പർ, എന്താണ് ഈ പറയുന്ന ഹോൾ നമ്പർ, എന്താണ് ഈവൻ നമ്പർ, എന്താണ് ഓഡ് നമ്പർ എന്നൊക്കെ മനസ്സിലായല്ലോ. ഇനി അതുപോലെ തന്നെ അടുത്തതാകുന്ന എന്താണ് ഭിന്നസംഖ്യ, എന്താണ് ദശാംശ സംഖ്യ, എന്താണ് നെഗറ്റീവ് നമ്പർ, എന്താണ് പോസിറ്റീവ് നമ്പർ എന്നൊക്കെ മനസ്സിലായല്ലോ. ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ കോൺസെപ്റ്റ് പറഞ്ഞു തന്നത്. ശരി, ഇനി നമുക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാല് അടുത്തതാകുന്ന ഒരു ക്ലാസ് കൊണ്ട് ബാക്കിയുള്ള നമ്പേഴ്സുകളെ കൂടി പഠിച്ചു തീർക്കണം. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് ഈ മേഖലയിലുള്ള സകലമാന ചോദ്യങ്ങളും ചെയ്തു നോക്കണം. ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ള സകല ചോദ്യങ്ങളും നമുക്ക് ചെയ്തു നോക്കണം. എന്നാലേ നമ്മൾ സെറ്റ് ആവത്തുള്ളൂ കേട്ടോ. അപ്പോ അടുത്ത വീഡിയോയ്ക്കകത്ത് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇടാമേ.